നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. പല ഗർഭിണികൾക്കും വരുന്ന ഒരു സംശയമുണ്ട്, ഡോക്ടറെ എൻ്റെ പ്രസവം സുഖപ്രസവമായിരിക്കുമോ, ഡോക്ടർ അതോ സിസേറിയൻ ചെയ്യുമോ? ഇതിൻ്റെ ഉത്തരം വാസ്തവം പറഞ്ഞാൽ എനിക്കെന്നല്ല ഒരു ഡോക്ടർക്കും പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെയാണ്. ഒരു ഗർഭിണി സുഖമായി പ്രസവിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നതിന് പല പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം ഗർഭിണിയുടെ ഇടിപ്പെല്ലിൻ്റെ വ്യാപ്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണ പൊക്കവും സാധാരണ വണ്ണവും ഒക്കെ ഉള്ള ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് ഇടിപ്പെല്ലിന് വലിയ പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് പൊക്കം കുറഞ്ഞ സ്ത്രീയാണെങ്കിൽ അവരുടെ ഇടുപ്പെല്ല് കുറച്ച് ഇടുങ്ങിയതാകാനുള്ള സാധ്യത നല്ലതുപോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൊക്കം കുറഞ്ഞ സ്ത്രീകൾ പ്രസവിക്കാൻ വരുമ്പോൾ ഡോക്ടർമാർ പെട്ടെന്ന് ആ പൊക്കം ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു പൊക്കം കുറവാകുമ്പോൾ ഇടുപ്പെല്ലും ചെറുതായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു സാധാരണ വെയിറ്റുള്ള കുഞ്ഞിനെ പോലും ചിലപ്പോൾ പ്രസവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതേസമയം 4 കിലോ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ വെയിറ്റാണ്, നല്ല ഭാരമുള്ള കുഞ്ഞാണ് 4 കിലോ കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞ് വന്ന് ജനിച്ചിരിക്കുന്നത് നല്ല പൊക്കവും ഒക്കെ ഉള്ള ഒരു അമ്മയുടെ വയറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പ്രസവം നടന്നു എന്ന് വരാം. അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റും അമ്മയുടെ ഇടുപ്പെല്ലിൻ്റെ വ്യാപ്തതയും അതൊരു വലിയ കാര്യമാണ്. ഇനി ഇത് രണ്ടും നോർമലായാൽ തന്നെ കുഞ്ഞിൻ്റെ തല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞ് തന്നെ നേരെ അല്ലാതെ, അതായത് തല താഴെ അല്ലാതെ കിടക്കുകയാണ് എന്നൊക്കെ വന്നാലും ചിലപ്പോൾ സുഖപ്രസവം ബുദ്ധിമുട്ടായിട്ട് വരാം. ഇതിനേക്കാളൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉള്ള സങ്കീർണതകളുള്ള അമ്മമാരാണെങ്കിൽ, അതായത് പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചിലപ്പോൾ കുഞ്ഞിൻ്റെ തൂക്കം വളരെ കുറഞ്ഞു പോവുകയും അവർക്ക് കുഞ്ഞിന് നല്ലപോലെ രക്തയോട്ടം കിട്ടാതെ വരികയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് അവരുടെ വെയിറ്റ് കുറയുകയും അവരുടെ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെയിറ്റ് കുറയുകയും ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ പ്രസവ വേദന തുടങ്ങുമ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ ശ്വാസം മുട്ട് വന്നെന്നിരിക്കാം. അങ്ങനെ ശ്വാസം മുട്ട് വന്നാലും നമുക്ക് സുഖപ്രസവം നടത്താൻ പറ്റില്ലല്ലോ. കാര്യം അധികം സമയം വയറ്റിനകത്ത് കിടന്ന് ഈ പ്രസവവേദനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ താഴെ വരുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പ് കുറഞ്ഞു പോയി എന്ന് വരാം, കുഞ്ഞിന് അപകടങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും നമുക്കത് പ്രസവ വേദന തുടങ്ങിയാൽ മാത്രമേ അറിയാവൂ. ഇനി ഒരു അമ്മയ്ക്ക് പൊക്കമില്ല, നമുക്ക് കുഞ്ഞു വരാൻ സ്ഥലമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാലും ഒരു പ്രസവ വേദന തുടങ്ങി കുറച്ച് പോയി കഴിഞ്ഞാലേ നമുക്ക് ആ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർക്ക് ഒരിക്കലും കട്ടായമായി പറയാൻ പറ്റില്ല ഈ അമ്മ ഇത് തീർച്ചയായിട്ടും 100% സുഖമായി പ്രസവിക്കുമെന്ന്. പ്രസവിക്കില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും പ്രസവവേദന തുടങ്ങുമ്പോൾ കുഞ്ഞു തന്നെ തലയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, അതുപോലെ നമ്മുടെ ഇടുപ്പെല്ല് ഒന്ന് അയയുകയും ചെയ്യും. അങ്ങനെയുള്ള അമ്മമാർ അവർക്ക് തീർച്ചയായിട്ടും പ്രസവിക്കാനും പറ്റും. പ്രസവ വേദന തുടങ്ങാതെ കുഞ്ഞിന് ശ്വാസം മുട്ട് വരുന്നോ, സ്ഥലമുണ്ടോ, കുഞ്ഞിൻ്റെ തല നീണ്ടു വരുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പൊക്കിൾ കൊടി ചുറ്റി എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്ന, സ്കാനിൽ കോഡ് അറൗണ്ട് ദ നെക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ വെപ്രാളപ്പെടുന്ന അമ്മമാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. ആ പൊക്കിൾ കൊടിക്ക് നല്ല നീളം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസം മുട്ടില്ലാതെ തന്നെ കുഞ്ഞു വരും. അത് പ്രസവവേദന പ്രസവം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് സുഖപ്രസവം സിസേറിയൻ എന്ന് പറഞ്ഞൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നന്ദി, നമസ്കാരം.